45,000 എംപ്ലോയീസ് ഉണ്ടായിരുന്നത് 30,000 പേരെ ഒറ്റയടി റിമൂവ് ചെയ്തു, ഒഴിവാക്കി. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ട്രെൻഡുകൾ മുഴുവൻ കാണിക്കുന്നത് എന്താണ്? മുഴുവനും ഇൻ്റർനെറ്റ് ഈ ഡിജിറ്റൽ ബിസിനസ്സാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു കാഹളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്രോയിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ അതിവേഗതയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. പക്ഷേ പല ആൾക്കാരും പകച്ചു നിൽക്കുക, പല ആൾക്കാർക്കും അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നും കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വിമുഖതയുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എപ്പോഴും മടിയാണ്. നമുക്ക് അറിയാവുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ കാര്യം പോലും ഈ ഫോൺ തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? 10% പോലും ഉപയോഗിക്കുന്നില്ല. 90% അതിൽ ഉപയോഗിക്കാൻ അറിയാമല്ലാതെ അവിടെ ഇരിക്കുവാണ്. നമ്മൾ അത്യാവശ്യം ഫോൺ വിളിക്കുന്നുണ്ട്, വാട്സാപ്പ് നോക്കുന്നുണ്ട്, ചിലപ്പോൾ മെയിൽ നോക്കുന്നുണ്ടാവും. വളരെ ചുരുക്കം, അതിൻ്റെ 5% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 95% നമുക്കറിയില്ല. നമുക്ക് പഠിക്കാനോട്ട് നമുക്ക് മടിയാണ്, വിമുഖതയാണോ, നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. പക്ഷേ എന്ന് പറയുന്ന പോലെ ഇരുന്നാൽ ഇനിയുള്ള കാലത്ത് നമ്മൾ ഔട്ടായി പോകും. അതാണ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഹെൽത്ത് കെയറിലൊക്കെ വരാൻ പോകുന്ന മാറ്റം ഭീകരമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയാമല്ല, സ്മാർട്ട് ടോയ്ലറ്റ്. അതായത് നമ്മൾ ബാത്റൂമിൽ പോയാൽ എല്ലാ ദിവസവും നമ്മുടെ യൂറിനും സ്റ്റൂളും ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഡിസീസുകൾ, നമ്മൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അന്നേരം സെൻസ് ചെയ്യുകയും അന്നേരം അതിനുള്ള സൊല്യൂഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഇതുപോലത്തെ എന്തെല്ലാം ചേഞ്ചസാണ് വരുന്നത്. ഇനി നാനോ റോബോട്ട്സ് വരുന്നു. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഇവനെ കയറ്റി വിട്ടാൽ എവിടെയാണോ പ്രോബ്ലം അത് റെക്ടിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ കറക്റ്റ് ചെയ്യും. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ പരിപാടികൾ വളരെ മോശമാകും. എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി വലിയ ഹൈ പ്രൊഫൈൽ ഒരു എംപ്ലോയിയാണ്. അദ്ദേഹം ഈ നമ്മുടെ ഭാരതിയുടെയൊക്കെ പേരൻറ്റ് കമ്പനിയുണ്ട്, എയർടെല്ലിൻ്റെയൊക്കെ പേരൻറ്റ് കമ്പനി ഭാരതിയുടെ സീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്നൊരു US ബാങ്കിൻ്റെ ഇന്ത്യ ഫിലിപ്പീൻസിൻ്റെ ഹെഡാണ്. 45,000 എംപ്ലോയീസ് ഉള്ള സ്ഥാപനത്തിൻ്റെ ഹെഡായിരുന്നു. അപ്പം അദ്ദേഹം റിസൈൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു 5 വർഷം മുമ്പ് അദ്ദേഹം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഈ എക്സിക്യൂട്ടീവ് MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത, എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ MBA പഠിക്കുന്ന എംപ്ലോയി ആകാൻ വേണ്ടി. എക്സിക്യൂട്ടീവ് MBA എന്നൊക്കെ പറഞ്ഞാൽ കമ്പനികളുടെ CEO ഒക്കെയാണ് അവിടെ വരുന്നത്. ടാറ്റയുടെ അതുപോലെയുള്ള CEOമാരാണ് അതിനകത്ത് വരുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ടോപ്പ് ലെവൽ കമ്പനിയുടെ റൺ ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ കമ്പനിയിൽ 5 വർഷം മുമ്പ് US വെച്ച് ഇവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞത് ഇനി എല്ലാ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണം, അതായത് മനുഷ്യൻ തന്നെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി ആൾക്കാരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് അവിടെ ചെന്നപ്പോഴത്തേന് അതേ ബോർഡ് റൂമിലിരുന്ന് പറഞ്ഞത് ഹ്യൂമൻ ആൾക്കാർ വേണ്ട, ഒരു ടോപ്പ് ലെവൽ മാത്രം ആൾക്കാർ മതി, ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടേക്കാനാണ് പറഞ്ഞത്. 45,000 എംപ്ലോയീസ് ഉണ്ടായിരുന്നത് 30,000 പേരെ ഒറ്റയടി റിമൂവ് ചെയ്തു, ഒഴിവാക്കി. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം ഇതിനകത്തൊക്കെ എവിടെയാണ് നമ്മൾ പോയി പെടാൻ പോകുന്നതെന്നുള്ളത്, ഈ ഒഴുക്കിനകത്ത് എവിടെ പോയി കയറും, എവിടെയെങ്കിലൊക്കെ അടിഞ്ഞു കിടക്കും. അതിന് പകരം നമ്മളൊരു കൃത്യമായിട്ടുള്ള ട്രാക്ക് ഉണ്ട്, അതിനകത്തൂടെ പോവുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രികളൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ പോകും. ഇപ്പോൾ ഡ്രൈവർലെസ് കാർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പം അത് അലോ ചെയ്യാലെന്ന് ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. കാരണം ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ജോലി പോകും. പക്ഷേ അത് മാറേണ്ടി വരും. മാറാതെ ലോകത്തിൻ്റെ മാറ്റമാണ്. ഇനി നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്നുള്ള ലെവലിലേക്ക് അതിന് സ്പെഷ്യൽ ലൈസൻസ് എടുക്കണം. കാരണം മറ്റൊരു കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകത്തില്ല. അതിനിടയ്ക്ക് മനുഷ്യനെ ഓടിച്ചാലാണ് ആക്സിഡൻറ്റ്സിന് ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. എലോൺ മസ്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുവാണ്. കേബിൾ ലെസ് ഇൻ്റർനെറ്റാണ്. അതായത് അത് സാറ്റലൈറ്റ്, അതായത് ചന്ദ്രനും സൂര്യനൊക്കെ പോലെ മുകളിൽ നിന്ന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും ലോകം മുഴുവനും. കേബിൾ വേണ്ട. ഇതെല്ലാം കാണിക്കുന്ന സിഗ്നൽ എന്താണ്? ഇൻ്റർനെറ്റ് റെവല്യൂഷനാണ്. കാരണം ഇവിടെ ജിയോയും അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിലയൻസും എലോൺ മസ്ക് ഒക്കെ ഇന്ത്യയിലേക്ക് വന്നാൽ ലോകം ഭരിക്കുന്നത് ഇപ്പോൾ എലോൺ മസ്ക് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ US പ്രസിഡൻറ്റിനെ പോലും അവിടെ എത്തിച്ചത് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ട്രെൻഡുകൾ മുഴുവൻ കാണിക്കുന്നത് എന്താണ്? മുഴുവനും ഇൻ്റർനെറ്റ് ഈ ഡിജിറ്റൽ ബിസിനസ്സാണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു കാഹളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കുത്തൊഴുക്കിനകത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി അടിഞ്ഞുകൂടാതിരിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ശരിയായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് വലിയ ത്രെട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക.